ഒരു പെണ്ണ് ഉം. ഇനിഷ്യലി ഉം. അവര് വന്നിട്ട് ഒരു പുരുഷനെ കൊണ്ടിട്ട് ഇത്ര നേരം ഇരുന്ന് പുരുഷന് വേണ്ടി സംസാരിച്ചാൽ മതി. ഞാൻ കഥ പറയുമ്പോഴത്തേക്ക് അത്ര പറ്റൂല നിന്നെ കൊണ്ടൊന്നും. ആ പറയ് നീ കേള്. പറയ് എന്നിട്ട് ഇവള് അവിടെ ഇരുന്നിട്ട് പറയാണ്, അവനെ കൊണ്ട് തല്ലിക്കണം, നീ പോയി പറയ്, ഉം. ചേട്ടൻ തല്ലിയിട്ട് ഇറങ്ങിപ്പോ, ഉം. ചേട്ടന് പുറത്ത് രാജാവാകാം. ഉം. അങ്ങനെ ആയാലും ഉം. അവൻ ഇവിടുന്ന് പുറത്താക്കണം. അത് എന്ത് തരം ഇന്റൻഷൻ ആണ്? അതായത് നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഉം. അവിടെ പ്രൊവോക്കിംഗ് ഗെയിം ഓക്കെയാണ്, ഉം. അവിടെ ശാരീരികമായിട്ട് തല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉം. പുറത്താവും എന്നുള്ളത് അറിയാം. ഉം. ഒരാളെ തല്ലാൻ വേണ്ടിയിട്ട് ഉം. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഉം. മറ്റേ ഇവളെ ചീത്ത പറഞ്ഞു എന്ന് പറയുന്ന സാധനം ഉം. ശരത്തിന് വന്നിട്ട് പുറത്തുള്ള പ്രഗ്നന്റ് ആയ പുള്ളിക്കാരത്തെ വൈഫിനെയും വെച്ച് ഉം. അകത്തെ കഥയെ വേറെ രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ഉം. ശരത്ത് ഒരു മുഴുത്ത ചീത്ത വിളിച്ചത്. ഉം. അത് അവള് കേൾക്കാനുള്ളത് തന്നെയാണ് അവള് പറഞ്ഞത്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. അവള് ചെന്ന് ചോദിച്ചു, അവള് ചെന്ന് അവരതും പറഞ്ഞു, തിരിച്ചു കേട്ടു. ഒരാള് എന്നുള്ള രീതിയിലേക്ക് റിയാക്ഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം സംസാരിക്കേണ്ടത് ആക്ഷനെ കുറിച്ചാണ് അല്ലെ. ഒരാൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒക്കെയുള്ള വാക്കുകളും കൂടി കിട്ടുമ്പോഴായിരിക്കും എത്രത്തോളം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ ലൈവിൽ തന്നെ വരുന്നു എന്ന് പറയുന്നു. ഈ ലൈവ് എന്നെ അതുപോലെ തന്നെ ഒപ്പിയെടുത്ത് പുറത്തു വിടണ്ടാന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എഡിറ്റഡ് അല്ലാന്ന് വിശ്വസിക്കുന്നത് എഡിറ്റാണ്. ഇപ്പോ നേരത്തെ നമ്മൾ സംസാരിച്ച നൂറ അതിലെ വിഷയത്തിലാണെങ്കിൽ പോലും അതിന് മുമ്പ് നടന്ന സംഭാഷണങ്ങൾ എഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും? അല്ല, അറിയത്തില്ല. പക്ഷേ ഇതാണ് പലപ്പോഴും ഇത് ഏകപക്ഷീയമാണ്. ഇവിടെ മറിച്ച് ഇവിടെ വന്ന കാര്യത്തിൽ ഇതിന് മുമ്പത്തെ സംഭാഷണങ്ങൾ എന്താ നടന്നുള്ളത് നമുക്കറിയില്ല. മസ്താനി സംസാരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിനപ്പുറത്തേക്ക് ആളായിട്ട് തല്ലും എന്നുള്ളത് ഇപ്പൊ നേരത്തെ സംസാരിച്ചു തുടങ്ങുന്നതിന്റെ കണക്ട് ചെയ്ത് വന്ന കാര്യം അബ്യൂസ് ചെയ്യുന്നതിനെ പറ്റി അല്ല. ഞാൻ പറഞ്ഞോട്ടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ അബ്യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നത് ഇതിൽ അടിക്കുന്ന വിഷയങ്ങൾ അതിന് മുമ്പാണെങ്കിൽ പോലും ഇപ്പൊ റോക്കി പുറത്തു പോയത് എങ്ങനെയായിരുന്നു? അടിക്കലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് അടിക്കാതിരിക്കലായിരുന്നു റോക്കിയുടെ ചെയ്യേണ്ടിരുന്ന സാധനം. പക്ഷെ അതൊരു ലിമിറ്റത്തേക്ക് വിട്ടു. ഞാൻ ബിഗ് ബോസിലാണ് നിൽക്കുന്നത്, എന്നെ പ്രൊവോക്ക് ചെയ്യും, എന്റെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് ഞാൻ ബ്രേക്ക് ചെയ്യരുത്, എന്നെ പൊട്ടാൻ നോക്കേണ്ടത് അവനവന്റെ കാര്യം. എത്ര പ്രാവശ്യം മുമ്പ് അഖിൽ മലയാളം സീസണിലെ നാവ് വെച്ചിട്ട് വരെ എറിയാൻ പോയിട്ടുണ്ട്. പക്ഷെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ പുറത്താക്കിയിട്ട് വേണം ജുനൈസിനോടാണെന്നാണ് എനിക്ക് ഓർമ്മ. ഇവിടെ സ്ത്രീ പുരുഷത്തിനെങ്കിൽ അപ്പുറത്തേക്കായിട്ട് ഇങ്ങനെ പരാമർശങ്ങളിൽ ഞാൻ പറഞ്ഞേ ഇങ്ങനെ അടിക്കണു എന്നുണ്ടെങ്കിൽ മറിച്ച് അനുമോൾ ആര്യ ജിസയിൽ വിഷയം പറഞ്ഞ പോലെ എന്തെങ്കിലും അബ്യൂസ് ചെയ്തു എന്നുള്ള കണക്ട് ചെയ്തിട്ടുള്ള വിഷയങ്ങളോ ഇല്ലെങ്കിൽ ഇന്ന രീതിയിലേക്ക് കണ്ടു എന്നുള്ള കാര്യങ്ങളിലെ കുറച്ചും കൂടിയും അവ്യക്തമായിട്ടുള്ള സാധനങ്ങളിലെ ഉണ്ട് ഊഹാഭോഗത്തിന്റെ ഭാഗമായിട്ട് പെരുപ്പിച്ച് പറയുന്ന സാധനങ്ങളിലോ മറ്റൊരാളെ മിസ്ലീഡ് ചെയ്യുന്ന പോകുന്ന രീതിയിലേക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ മറുപടി എന്നോളം കണക്ട് ആയി. ഇത് അങ്ങനെ പറയാൻ പറ്റുന്ന ഉദാഹരണമല്ല പറഞ്ഞത്. ഇത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരാൾ അടുപ്പിക്കുന്നത് ഗെയിമിന്റെ ഭാഗമാണെങ്കിലും പുറത്ത് സംഭവിക്കുന്നു അത് തന്നെയല്ലേ. അതാണ്. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞത് മസ്താനിയുടെ ചിന്ത, അതായത് മസ്താനി ഒരാളെ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ ചരിത്രത്തിൽ തന്നെ ഇയാളെ അടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, മേ ബി ചിലപ്പോൾ ഇവളുടെ ഉള്ളിൽ ഈ സാധനം വെച്ചിരുന്ന് ഇവൾ കളിച്ചിരുന്നെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളിത് തിരിച്ചറിയില്ലായിരുന്നു. അവൾ പറയുവാണ് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് തന്നെയാണ് ഒരാളെ പോയി പർപ്പസ്ഫുള്ളി ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ട് അവനെതിരെ കേസ് കൊടുക്കുന്നത് മസ്താനിയെ പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന പെമ്പിള്ളേർ തന്നെയാണ്. അത് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യും. ഇത് വേറെ കേസ്. ഇത് നിന്ന് റിലേഷൻഷിപ്പിൽ വരുന്ന സംഭവം അല്ല. അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളാ അല്ലേ? അല്ലല്ല, ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല. ഇവര് ഇതിന് മുമ്പ് നിന്നുള്ള രീതിക്ക് വ്യക്തികൾ മാത്രമാണ്. ഇവർ ഒരുമിച്ച് മുമ്പ് പുറത്ത് വന്ന് ഷോയും കഴിഞ്ഞ് ഒരുമിച്ച് ഇന്റർവ്യൂ വരെ ചെയ്ത് കഴിഞ്ഞ് പോയിട്ടുള്ള ആൾക്കാർ വ്യക്തിഹത്യകളോ അല്ലെങ്കിൽ വിദ്വേഷങ്ങളോ ഇല്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇന്റർവ്യൂ ഞാൻ പിന്നീട് കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ ഒരു ഇന്റൻഷൻ വെളിയിൽ ഇന്റർവ്യൂ നടത്തി ഭയങ്കര കൂളായിട്ട് പോയ ആൾക്കാര് അതിന്റെ ഉള്ളിൽ ചെന്നിട്ട് ഇത്രമാത്രം ഇതാവാൻ വെളിയിൽ അപ്പാനി ശരത്തിനെ പറ്റിയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് ഇല്ലായ്മ കുറഞ്ഞായിരുന്നല്ലോ. ശരത്തിനെ പറ്റിയിട്ട് കുറെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ സാധനം ഇട്ടിട്ട് ആൾക്കാരുടെ മാസീവ് കയ്യടി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ചെന്ന് നിന്ന് അവതരിപ്പിച്ച സാധനമാണെന്നുണ്ടെങ്കിൽ അത് ആ ചേച്ചിക്ക് തെറ്റി. മസ്താനി എന്ന് പറയുന്ന ആളിന് അത് തെറ്റി. സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്ത് തരം ആർഗ്യുമെന്റ് ഇത് മറ്റേ സിജോ റോക്കി വിഷയം പോലെയും എന്ത് തരം ആർഗ്യുമെന്റ് മസ്താനി ശരത്ത് വിഷയത്തെയും കണക്ട് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം മസ്താനി ആലോചിച്ച് വെച്ച് ചിന്തിച്ച് പുറത്തു നിന്ന് അകത്ത് കയറുന്നതേ ശരത്തിനെ കൊണ്ട് അവൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് കേൾക്കുമ്പോൾ
രണ്ടാമത്തെ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ലാന്നോ? ഞാൻ വിശ്വസിക്കുന്നു. അതായത് വൈൽഡ് കാർഡ് വരുന്നവർക്ക് കണ്ടസ്റ്റൻസിന്റെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാ ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ സീസണിൽ തന്നെ ഇപ്രാവശ്യത്തെ സീസണിൽ എൻട്രിയുടെ സമയത്ത് ലാലേട്ടനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവർ വരുന്ന സമയത്തിന് 6 ടാർഗറ്റ് മാല വരെ ഡിപ്പിച്ചുണ്ടായിരുന്നു. അപ്പൊ ഇത് ചാനലിന്റെ ഭാഗത്തുനിന്ന് ടാർഗറ്റ് അല്ലല്ല, അവര് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് ടാർഗറ്റ് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. മാലിടിപ്പിക്കൽ എന്തായിരുന്നു? അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാൻ പറഞ്ഞുതരാം, ഇന്റർവ്യൂ ചെയ്യൂലേ, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഷോയിൽ വന്നിട്ട് മാലിടിപ്പിച്ച് എന്തിനായിരുന്നു? അത് അവർക്ക് ആരെയാണ് ഇഷ്ടക്കേടെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇന്റർവ്യൂ ആർക്ക് അഗെയിൻസ്റ്റ് ആണ് സംസാരിക്കുന്നത്? ഇന്റർവ്യൂ അല്ല, നേരിട്ട് ഷോയിൽ അഗെയിൻസ്റ്റ് അവരെന്തിനാ വിളിപ്പിച്ചെന്നറിയാവോ? വൈൽഡ് കാർഡ് എൻട്രിയിൽ ഒരാളെ വിളിപ്പിക്കുമ്പോൾ വീണ്ടും ഒരു ഇന്റർവ്യൂ നടത്തും. നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. ഒബ്വിയസ്ലി അങ്ങനെയാണ് വൈൽഡ് കാർഡ് എൻട്രിയുടെ ഇന്റർവ്യൂ. ആ സമയത്ത് അവരിരുന്നോണ്ട് പറയും, ഇവിടെ അനുമോൾ കളിക്കുന്ന ഗെയിം അത് ഭയങ്കര മോശമാണ്, അങ്ങനെയല്ല ചെയ്യാനുള്ളത്. അത് കൃത്യമായിട്ട് അനുമോൾ ഈ ചെയ്തതിനെതിരെ ഞാൻ ശക്തമായി ചോദിക്കും. അപ്പൊ ഇവർ കുറച്ച് ആൾക്കാരെ ഇതാക്കുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ കുറെ കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് ഈ വൈൽഡ് കാർഡ് എൻട്രീസിലുള്ള ആൾക്കാർ അഭിപ്രായം പറയും. ഈ അഭിപ്രായം പറയുമ്പോൾ ഓക്കെ, ഇവൻ കറക്റ്റായിട്ട് അനുമോളെ ചെയ്യും, അല്ലെങ്കിൽ ഇവൻ കറക്റ്റായിട്ട് ആദിലനെ നൂറേനെ ചെയ്യും, അല്ലെങ്കിൽ ഇവൾ കറക്റ്റായിട്ട് അക്ബറിന് ചെയ്യും എന്നൊരു കണക്ഷൻ കിട്ടുന്നു. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം, മസ്താനിയെ സംബന്ധിച്ചിടത്തോളം മസ്താനിയുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടാവാം അവര്, നിങ്ങൾ എന്ത് അതിനകത്ത് ചെയ്യുമെന്ന്. വൈൽഡ് കാർഡ് ചെല്ലുമ്പോഴത്തേക്ക് എന്ത് കോൺട്രിബ്യൂട്ട്. മസ്താനി ഒബ്വിയസ്ലി പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ശരത്തിന്റെ റിയൽ ഫേസിനെ പുറത്തു കൊണ്ടുവന്ന് ശരത്തിനെ ഞാൻ പുറത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ശരത്തിനെ കൊണ്ട് എന്നെ തല്ലിച്ചിട്ട് ഞാൻ അവനെ പുറത്ത് പൊടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അവളുടെ ടാർഗറ്റ് ഇന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ ടാർഗറ്റ് പറയുമ്പോഴാണ് ചാനലിന് അറിയുന്നത് ഈ കണ്ടസ്റ്റന്റ്സിന് ഒപ്പോണന്റ് ആണ്, അവര് വരട്ടെ എന്ന് നിശ്ചയിക്കുന്നത്. അതാണ് വസ്തുത. അല്ലാതെ ചാനൽ, ഒരു മിനിറ്റ്, അല്ലാതെ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ സീസണിൽ വന്നിട്ട് മാലിടിപ്പിച്ച് എന്തിനായിരുന്നു? അതെ, ചാനൽ അത് എഗെയിൻസ്റ്റ് നിൽക്കാൻ സംസാരിക്കുന്ന പറഞ്ഞില്ലേ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇന്റർവ്യൂല് സംസാരിച്ചതിന്റെ ഏകദേശം ഒരു ഊഹാപോഹ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലെ? എന്ത് സംസാരിച്ചെന്നുള്ളത് അറിയാൻ പറ്റില്ല. അല്ല രോഹ, കഴിഞ്ഞതിന് മാല ഇട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഇന്റർവ്യൂല് ഇന്ന ആളിനെ ടാർഗറ്റ് ചെയ്യുമെന്നുള്ളൊരു അപ്ഡേഷൻ ചാനലിന് കിട്ടുമല്ലോ. അപ്പൊ ചാനൽ എന്ത് ചെയ്തു, ഒരു വ്യൂഹം വെക്കും. അതായത് ഇന്ന ടാസ്ക് കൊടുക്കാം, ഇത് വെക്കുമ്പോ ഇന്ന ആളിനായിരിക്കും ചെയ്യുന്നത് എന്ന് ചാനലിന് ഒരു തോട്ട് ഉണ്ട്. അത് ഓൾറെഡി ചാനലിനോട് അവർ ഇനി പോകുമ്പോ വൈൽഡ് കാർഡ്സ് കയറുമ്പോ സാധാരണ ഫസ്റ്റ് കയറുന്ന കണ്ടസ്റ്റൻസിനുള്ള എൻട്രിയും വൈൽഡ് കാർഡ്സിന്റെ എൻട്രിയും ഭയങ്കര വ്യത്യാസമാണ്. മറ്റവർക്ക് ഡയറക്റ്റ് കയറാം, ആരാണെന്ന് അറിഞ്ഞുകൂടാതെ കയറാം. വൈൽഡ് കാർഡ്സിന് ആരാണെന്ന് അറിഞ്ഞാണ് കയറുന്നത് അവര്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. വൈൽഡ് കാർഡിനെ കൊണ്ടുവരുന്നത് തന്നെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഷോ പോകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളത് ഗെയിം പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ, രണ്ടാമത് വൈൽഡ് കാർഡിൽ വരുന്നവരാണെങ്കിൽ കണ്ടസ്റ്റൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടും കൂടിയും എന്താ പറയാ എയിം ചെയ്തിട്ടും കൂടി വരുന്നതായിരിക്കും പലപ്പോഴും അല്ലെ. ഇപ്പൊ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് ഓപ്പണായി ചോദിച്ചു, ഇപ്രാവശ്യം അത് ഉണ്ടായില്ല, ഷോയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. മാത്രം ഇവർക്കും അറിയാം എന്നുള്ള രീതിയിലേക്ക് കണ്ടസ്റ്റൻസിനെ ടാർഗറ്റ് ചെയ്യും. ചിലപ്പോൾ അത് സപ്പോർട്ട് ഉള്ളവർക്ക് അഗെയിൻസ്റ്റ് നിൽക്കും. ഇപ്പൊ റോബിന്റെ സീസണിലൊക്കെ റോബിൻ അത്ര സപ്പോർട്ട് നിൽക്കുമ്പോൾ റിയ സലീം വന്നിട്ട് അഗെയിൻസ്റ്റ് ആയി നിന്ന് കോണ്ടന്റ് ഉണ്ടാക്കിയത്. ഇത് ഓരോരുത്തർ മൈൻഡ് ഗെയിമാ. ചിലപ്പോൾ അത് അഗെയിൻസ്റ്റ് ആയി നിൽക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, കാരണം അവരുടെ ഹേറ്റേഴ്സ് കൂടി വരണമെന്നുള്ളത്. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ അപ്പാനിയുടെ മാത്രമായിരുന്നില്ല, അപ്പാനി രേണു പരാമർശനായിരുന്നു, റെനി ഉണ്ടായിരുന്നു. ഇപ്പൊ ജിഷിൻ വന്നപ്പോഴാണെങ്കിലും ഓപ്പൺ ആയിട്ട് പറഞ്ഞു റെനയുടെ എനിക്ക് വോയിസ് കേൾക്കുന്നവരെ ഇറിറ്റേഷൻ ആണെന്നുള്ള സാധനങ്ങൾ കാര്യം. അപ്പൊ നമ്മൾ ഈ ടാർഗറ്റ് ഇത് ഇവർക്കും അറിയാം, അകത്തെ ഫസ്റ്റ് എൻട്രി കിട്ടിയ കണ്ടസ്റ്റൻസിനും അറിയാം വൈൽഡ് വരുന്നവരെ നിന്ന് എന്തൊക്കെ ഇവര് നോക്കിക്കൊണ്ടിരിക്കുക, ഇവരുടെ ക്യാരക്ടറിലും ഇവരുടെ ലുക്കിലും. ഞാൻ പറഞ്ഞത് വൈൽഡ് കാർഡ്സിന് ഇപ്പൊ നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോഴേ റോഹനോട് പറഞ്ഞ വൈൽഡ് കാർഡിനടുത്ത് ചാനൽ പറഞ്ഞു കൊടുക്കൂല നീ ഇന്ന ആളെ അടിയെന്ന്, അങ്ങനെ പറയില്ല ചാനൽ.